ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ്. പ്രോകാരിയോട്ടിക് സെൽസും യൂകാരിയോട്ടിക് സെൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 മേജർ ഡിഫറൻസ് ആണ് ഈ പ്രോകാരിയോട്ടിക് സെൽസും യൂകാരിയോട്ടിക് സെൽസും തമ്മിലുള്ളത്. ഈ പ്രോകാരിയോട്ടിക് സെൽസും യൂകാരിയോട്ടിക് സെൽസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോകാരിയോട്ടിക് സെൽ. ഈ പ്രോകാരിയോട്ടിക് സെൽസിൽ ഫ്യൂ സെൽ ഓർഗനൽസ് പ്രസൻറ്റ്, അതായത് വളരെ കുറച്ച് സെൽ ഓർഗനൽസ് മാത്രമാണ് ഈ പ്രോകാരിയോട്ടിക് സെല്ലിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത്. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിലാണ് എന്നുണ്ടെങ്കിൽ മെനി സെൽ ഓർഗനൽസ് അവിടെ പ്രസൻ്റ് ആണ്, ഒരുപാട് സെൽ ഓർഗനൽസ് പ്രസൻ്റ് ആണ്. പ്രോകാരിയോട്ടിക് സെൽസിൽ നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്, അവിടെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിലാണ് എന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസൻ്റ് ആണ്. ഈ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇതൊരു ഓർഗനലാണ് എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും എന്ത് കാണപ്പെടും? ഒരു കവറിങ്. ഈ കവറിങ് എവിടെ കാണപ്പെടുന്നുണ്ട്? ഈ യൂകാരിയോട്ടിക് സെൽസിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രോകാരിയോട്ടിക് സെൽസിൽ എന്ത് കാണപ്പെടുന്നില്ല? അവിടെ ഒരു കവറിങ് കാണപ്പെടുന്നില്ല. പ്രോകാരിയോട്ടിക് സെൽസിൽ നോ ട്രൂ ന്യൂക്ലിയസ് ആണ്, അവിടെ എന്തില്ല? ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അവിടെ ഇല്ല, ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്, ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 മേജർ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ് പ്രോകാരിയോട്ടിക് സെൽസും യൂകാരിയോട്ടിക് സെൽസും തമ്മിലുള്ളത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സിമ്പിൾ ബയോളജി റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്